My name is Chris Amato. എൻ്റെ പേര് ക്രിസ് ബോട്ടോ എന്നാണ്. And my childhood was spent in India. ഞാൻ ഇന്ത്യയിൽ പല പ്രാവശ്യം കടന്നുകൊണ്ടിരുന്നു. I grew up in Assam. ആസാമിലാണ് ഞാൻ വളർന്നത്. And in 22, I was in Hyderabad with Chinu and others from this area. 2 വർഷങ്ങൾക്ക് മുന്നേ ഷിനോനെയും മറ്റേ ഗ്രൂപ്പിൽപ്പെട്ട ചില ആളുകളെ ഞാൻ പരിചയപ്പെട്ടു. So I'm very glad to be back and able to work with Chinu and all of you at this time. ഷിനുവിനോട് ഷിനു പറഞ്ഞാണ് എന്നോടും എൻ്റെ ടീമിനോട് ചേർന്ന് വർക്ക് ചെയ്യുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു. I'm Bruce Koki. എൻ്റെ പേര് ബ്രൂസ് എന്നാണ്. My wife Karen. എൻ്റെ പേര് കാരൻ. This is my third time to India in the last year and a half. ടിക്കറ്റ് ട്രെയിനുകൾ വന്ന് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യയിൽ വരുന്നത്. Honored to be with you. And I'm from Minneapolis, Minnesota. മിനസോട്ടയിൽ നിന്ന് ആണ് ഞാൻ അമേരിക്കയിലെ മിനസോട്ടയിൽ നിന്നാണ് ഞാൻ കിടക്കുന്നത്. My name is Karen. എൻ്റെ പേര് കാരൻ എന്നാണ്. And I wanted to come with my husband and not miss out on God's blessings or ministry. ദൈവവേലയുടെ ഫലത്തിൽ ഞാൻ എൻ്റെ ഭർത്താവും കൂടെ ഇവിടെ കടന്നു വരാനിടയായി. To my brothers and sisters in India. ഇന്ത്യയിലുള്ള എൻ്റെ സഹോദരങ്ങളെ കാണുവാനും നിങ്ങളുമായിട്ട് അടുത്തിടത്ത് ഇടപെടുവാനുള്ള താല്പര്യപ്പെടും. My name is Ann Conrad. Ann Conrad. I come from Shakopee, Minnesota, മിനസോട്ടയിലാണ് ഞാൻ അമേരിക്കയിലെ മിനസോട്ടയിലാണ്. where I'm a high school teacher, so I thought I'd use my teaching skills to come train and help share the gospel. ഞാനൊരു ഹൈസ്കൂൾ ടീച്ചറാണ്. ഇവിടെ കിടന്ന ഒരു സന്തോഷം. Hello, my name is Christy. എൻ്റെ ഒരു ക്രിസ്റ്റി എന്നാണ്. This is my first time to India and it is beautiful here. ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഞാൻ കടന്നത് വളരെ സന്തോഷമായി എനിക്ക് കാണുന്നു. I am from Minnesota and I am a nurse. ഞാൻ മിനസോട്ടയിൽ നിന്നാണ്. ഞാൻ നേഴ്സാണ്. Hello, my name is Mike. ഹലോ, എൻ്റെ പേര് മൈക്ക് എന്നാണ്. മൈക്ക്. This is my first time in India. ഇന്ത്യയിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. It's a very beautiful country. ഇത് വളരെ മനോഹരമായ രാജ്യമാണ്. And I came with my daughter ഞാൻ എൻ്റെ മോളുമായിട്ടാണ് കടന്നത്. എൻ്റെ മോളാണ്. to teach and learn and share the gospel. പഠിക്കാനും പഠിപ്പിക്കാനും നിങ്ങളിൽ നിന്ന് പഠിക്കാനുമായിട്ടാണ് ഞാൻ കടന്നത്. Hi, my name is Grace. എൻ്റെ പേര് ഗ്രേസ് എന്നാണ്. This is my first time out of the country of US and first time in India. I love it here. അമേരിക്കയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇന്ത്യയിൽ കടന്നു വരുന്നത്. I'm excited to help train you guys and learn about the gospel together. ടിറ്റിന്റെ ട്രെയിനിങ്ങിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിൽ ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. പാസ്റ്റർ കെയറുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. My name is Ray. എൻ്റെ റേ എന്നാണ്. This is my third trip to India. ഇന്ത്യയിലേക്ക് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. From time to Surfet. 2 പ്രാവശ്യം ഞങ്ങൾ ആന്ധ്രാപ്രദേശത്ത് കടന്നു. I was with the last team that trained in Surfet year back. അതുള്ള സൂര്യപ്പെട്ട് ഞങ്ങൾ 2 പ്രാവശ്യങ്ങൾ നേരത്തെ ഒരുമിച്ച് ടീം വർക്ക് ചെയ്യുകയാണ്. I serve as a missionary with East West Ministries. ഈസ്റ്റ് വെസ്റ്റ് മിനിസ്ട്രിയുടെ വർക്കുകളാണ് നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. And I drive school bus. Okay? Drive a school bus. Okay. Yes, sir. ഞാൻ I drive a school bus. He takes kids to school. അദ്ദേഹം പറഞ്ഞ രീതി ഞാൻ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞ ചിലർക്ക് മനസ്സിലാവിച്ചിരിക്കുന്നു.
പ്രയാസം ഞാനൊരു സ്കൂൾ ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയാനായിട്ട് മടിയാണില്ല. അവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമൊന്നുമല്ല. നമുക്ക് ഞാനൊരു തെങ്ങേറ്റക്കാരൻ പബ്ലിക്കായി പറയാൻ മടിയാക്കി നമ്മൾ രീതി അതുകൊണ്ട് ഓക്കെ. My name is Mary Huxley. എന്റെ പേര് മേരി ഹോക്കി എന്നാണ്. My husband Mike. ഇതെന്റെ ഹസ്ബൻഡ്, എന്റെ ഭർത്താവ് മൈക്ക്. This is my 4th time to India, ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. but my first time to help spread the gospel by teaching you and training you on some medical instruction. പഠിപ്പിക്കുകയും പരിശീലനവും നടത്തിക്കൊണ്ട് സുവിശേഷം എങ്ങനെ ചെയ്യണമെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഞാൻ നേരത്തെ കടന്നു വന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. Very happy to be here. ഇവിടെയാണ് ഞാൻ വളരെ സന്തോഷം. Hello, my name is Mike. ഹലോ, എന്റെ പേര് മൈക്ക് എന്നാണ്. It's my first time in Kerala. കേരളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. I did spend some time in Bangalore working with technology. ബാംഗ്ലൂരിൽ ഞാൻ 2 പ്രാവശ്യമായിട്ട് ചെന്നിട്ടുണ്ട്. ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുന്നതിനായി. Thank you for letting us come. We're all very happy that you invited us to spend time with you this week. നിങ്ങളോട് ഒരുമിച്ചായിരിക്കാനായിട്ട് നിങ്ങൾ ഞങ്ങളെ ഇവിടെ ക്ഷണിച്ചു വരുന്നത് വളരെ സന്തോഷമുണ്ട്. ഒരാഴ്ച വളരെ അടിച്ചു പൊളിച്ച് ഇവിടെ ആയിരിക്കാമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നു. Hello, I'm Rebecca. എന്റെ പേര് റിബേക്ക എന്നാണ്. This is my first time to India. ഞാൻ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്. I am fluent in Spanish, so if I accidentally respond in Spanish, I'm sorry. നിങ്ങളുമായിട്ട് വേണ്ടവന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. അത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. I work in a home for adults with disabilities. ഈ ഡിസബിലിറ്റീസ് ഉള്ള ആളുകളുമായിട്ട് ഇടപെടുന്നതായ ഒരു ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. So I'm excited to do this teaching with you guys. ഈ ആഴ്ചയിൽ നിങ്ങളുമായിട്ട് പരിചയപ്പെട്ട് നിങ്ങളുടെ ടീമിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പരിശീലിക്കാനായിട്ട് താല്പര്യപ്പെടും. Praise the Lord. പ്രൈസ് ദി ലോർഡ്. My name is Anita. എന്റെ പേര് അനീറ്റ എന്നാണ്. I'm originally from UK. ഞാൻ UK എന്നുള്ളയാളാണ്. ഞാൻ ജനിച്ചു വളർന്നതല്ല UK. I live in USA. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് US അമേരിക്കയിലാണ്. I'm a nurse. ഞാൻ നേഴ്സാണ്. My first time in India. ഇന്ത്യയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. I bring greetings from my husband who is back in the USA. അമേരിക്കയിലുള്ള എന്റെ കുടുംബത്തിലുള്ള എല്ലാ വാഹനങ്ങളും സ്നേഹവും ഞാൻ നിങ്ങളെ അറിയിക്കും. ഓക്കെ. Hi, good morning, Jameson. പ്രഭാത വാഹനം ജെയ്മസി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടറിയാം. അവരെ അങ്ങനെ പറയുന്നതാണ് ജെയ്മസി. ജെയ്മസി എന്ന് പറയുന്നത് ജെയ്മസി. I'm trying to learn Hindi, and Brother Shinu is trying to teach me Malayalam, and now I'm very confused. ഹിന്ദി പഠിക്കാനായിട്ട് ഇവര് താല്പര്യപ്പെട്ട ശേഷം ഞാൻ ഹിന്ദിക്ക് ഒരു മലയാളം അവർ പഠിപ്പിച്ചു. My name is Ashton Curry. എന്റെ പേര് ആഷ്ടൻ കറി എന്നാണ്. കറി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത്. This is my 7th time to India, ഇന്ത്യയിലേക്ക് ഞാൻ 7ാമത്തെ പ്രാവശ്യമാണ്. and I always make the joke, God has a sense of humor. He gave me the last name Curry and sent me to India. Praise the Lord. ദൈവം എന്റെ പേരിന്റെ അവസാനം കറി എന്നൊരു പേര് ഇടാനായിട്ട് താല്പര്യപ്പെട്ടു. ദൈവം അങ്ങനെ അനുവദിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്ന് എല്ലായിടത്തും പോയി ആളുകളെ സന്തോഷിപ്പിക്കും. നല്ല കറികളൊക്കെ കൊടുത്താൽ സന്തോഷിപ്പിക്കും. So, I am a physiotherapist, and I also work as a missionary for East West. ഈസ്റ്റ് വെസ്റ്റിന്റെ ഒരു മിഷണറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ ഒരു ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഒരു ഡോക്ടർ. And so, you will hear a lot from me this week. Myself and our brother Bruce will be your main teachers.
ഈ ആഴ്ചയിൽ ഞാനും ബ്രൂസുമായിരിക്കും നിങ്ങളുടെ മെയിൻ ടീച്ചേഴ്സ്. And then you've already met my wonderful team from Grace Church. They will be teaching you at the tables. എന്റെ മനോഹരമായ ടീമിനെ നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടല്ലോ. എന്റെ ടീം നിങ്ങളുടെ എല്ലാ ടേബിളിലും ഇരിക്കണം. Give them a hard time for me. Pick on them a little bit. അവരെ സംബന്ധിച്ച് ഒരു വർഷത്ത് ഒരു പാർട്ട് ടൈം ആയിരിക്കും. Okay. ശരിയാണ് എന്നെ സംബന്ധിച്ച്. All right. So I just want you to know that this church and this group have spent many months praying for you, and they're so excited to be here. ആമേൻ. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഈ ടീം ഈ വന്ന 13 പേര് വളരെ നാളുകളായി, ഏകദേശം ഒരു വർഷത്തോളം അധികമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇങ്ങനൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഏറെ കഷ്ടപ്പെടുകയും. Okay. So are we ready to get started? Let me have indications. Oh, wait. Okay. All right, I'll be back. Praise Lord. My name is Renuka. Telugu. నా పేరు రేణుక. എന്റെ പേര് രേണു എന്നാണ്. నేను హైదరాబాద్ సూర్యాపేట నుంచి వచ్చాను. ഞാൻ ഹൈദരാബാദിൽ സൂര്യാപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് నేను വരുന്നത്. కేరళ రావడం 3 times. ഇത് 3ാമത്തെ തവണയാണ് ഞാൻ കേരളത്തിലേക്ക് വരുന്നത്. ఇక్కడ వాతావరణం చాలా మంచిగా ఉంది. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ്, സന്തോഷമാണ്. దేవుడు మమ్మల్ని నడిపించినందుకు మీ మధ్యన చాలా వందనాలు. നിങ്ങളെല്ലാവരെ കാണുവാനും സന്തോഷിക്കുവാനും ദൈവകൃപ എന്നെ ഇവിടേക്ക് ആനയിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും. ఈ ట్రైనింగ్ గురించి మీ అందరికీ మీ మధ్య మాకు దేవుడు ఎలా నడిపించాలో మాకు ఇలా పంపించినందుకు చాలా సంతోషిస్తున్నాను. അത് മാത്രമല്ല, എന്നെ മാത്രമല്ല, ഈ കടന്നു വന്ന എല്ലാവരെയും നമ്മുടെ ദൈവം ഇവിടേക്ക് ആനയിച്ചു ചില കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഒരുക്കി തരുന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. താങ്ക് യു. నా పేరు బిందు. എന്റെ പേര് ബിന്ദു എന്നാണ്. ഇത് ആദ്യമാണ് കേരളത്തിലേക്ക് കടന്നു വരുന്നത്. ഞാനും നിങ്ങളെ പോലെ തന്നെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് പഠിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഓക്കെ. ഈസ്റ്റ് വെസ്റ്റ് മിനിസ്ട്രി ഇന്റർനാഷണലിന്റെ സൗത്ത് ഇന്ത്യയിലെ ഡയറക്ടറിനകത്തെ നല്ല നായിക് എന്നാണ് പേര്. ആന്ധ്രയിലെ സൂര്യപ്പെട്ട ആന്ധ്രയിലെ സൂര്യാപേട്ട എന്ന സ്ഥലത്ത് നിന്ന് കടന്നു വന്ന പ്രിയ ലക്കുസാർ അദ്ദേഹം ഈസ്റ്റ് വെസ്റ്റ് മിനിസ്ട്രീസ് ഇന്റർനാഷണലിന്റെ സൗത്ത് ഇന്ത്യയിലെ sorry for that. I just want to introduce Lekku Naik, Mr. Lekku Naik. He is a wonderful guy working as the South Indian Director of East West Ministries. അദ്ദേഹം നമ്മുടെ ഇന്നത്തെ സർവീസ് ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട്, ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ്. വളരെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. കരങ്ങളിൽ തട്ടി അദ്ദേഹം പരിപാടി. I invite Mr. Lekku Garu to dedicate to this program. Praise God. ദൈവത്തിന് മാത്രം. Thank you so much to here, everyone. ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും വളരെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. And this is from long time prayer to come here. അനേക നാളത്തെ പ്രാർത്ഥനയുടെ ഫലമാണ്, റിസൾട്ടാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. When Shinois came to Suryapet and we thought that time we have one meeting here. ഷിനു ഒരു ടീമുമായിട്ട് സൂര്യപ്പെട്ട് കിടന്നു വന്ന് ചില വർഷങ്ങൾക്ക് മുന്നമേ ഈ ട്രെയിനിങ്ങിൽ നിങ്ങൾ ചെയ്തു.
അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ വന്ന് നമുക്ക് ഒരു ട്രീ നടത്തണമെന്ന് പറഞ്ഞ് അവരെ ഇവിടെ ക്ഷണിച്ചു. Our whole vision is like this ministry want to do ministry. Many tools they are using, and one of the tool is the TTT. ഈസ്റ്റ് വെസ്റ്റ് മിനിസ്ട്രിയിൽ അനേക ടൂളുകൾ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിലൊരു ബ്രാഞ്ചാണ്, ഒരു ഭാഗമാണ് TTT എന്ന് പറയുന്നത്. So transform through training people. ആ പരിശീലനത്തിലൂടെ രൂപാന്തരം വരുത്തുന്ന രീതിയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. Why we transform? എന്തുകൊണ്ടാണ് നാം രൂപാന്തരപ്പെടുന്നത്? Why it is need? ഇതിന്റെ ആവശ്യം എന്താ? So we can see the Bible, Luke chapter 10 to be സുവിശേഷം 10-ാം അധ്യായം. and Jesus saying, like, love the Lord your God with all your heart and with all your soul, with all your strength and with all your mind. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിങ്ങളുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം എന്ന് യേശു പഠിപ്പിച്ചത് നമുക്കറിയാം. And love your neighbor as yourself. നമ്മെ പോലെ തന്നെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് നമ്മൾ കാണും. So this is our mission. We are loving God, so we have to love our neighbor. ഇതാണ് ഞങ്ങളുടെ ദർശനം, ഞങ്ങളുടെ ഈസ്റ്റ് വെസ്റ്റ് ദർശനം. അത് ആളുകളെ പഠിപ്പിക്കുന്നു, പരിശീലിപ്പിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. So I can say love, love, love. I can stand there and I am loving you. There is no use. എനിക്ക് അവിടെ നിന്നോട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഏത് സമയം പറയാം, അല്ലെങ്കിൽ വേറെ ആളെ കാണാൻ പറയാം. പക്ഷെ അതിനകത്ത് യാതൊരു ഉപകാരവും ഒരു ഗുണവും. We can do something better there. എന്നാൽ പറയുന്നതിലപ്പുറമായി ചില കാര്യങ്ങൾ നാം പ്രാവർത്തികമാക്കിയാൽ അത് മനോഹരമാണ്, നല്ലതാണ്. And we have our vision in this book, the last page, which we are giving to you, the TTT vision. TTT ദർശനം എന്താണ് എന്ന് ഞങ്ങൾ ഇവിടെ ഒരു പുസ്തകമുണ്ട്, അത് നിങ്ങൾക്ക് തരുമ്പോൾ അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. And when Jesus was here, he also did the healing, like miracles. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേകരെ സൗഖ്യമാക്കി. We can see the John chapter 5 to 9 verses. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Here a man who had been sick for 38 years, and he was healed by Jesus at the pool of Bethesda in Jerusalem. 30 വർഷത്തോളം ബെഥെസ്ദ കുളക്കരയിൽ കിടന്ന ഒരു സഹോദരനെ നാം ഇവിടെ കാണുന്നു. The man condition, the man is paralyzed and unable to walk. He had been laying the pool for decades, and every time the water is pulled in his trying to get into the pool, but he's not. നമുക്കെല്ലാവർക്കും ബെഥെസ്ദ കുളക്കരയിൽ കിടന്ന ആ രോഗിയുടെ വിവരം കഥ നല്ലവണ്ണം അറിയാം. അവിടെ കിടന്ന ആ മനുഷ്യനെ രക്ഷിക്കാൻ, സൗഖ്യമാക്കാൻ ആരുമില്ലാതിരുന്നത് കൊണ്ട്, കുളം കലക്കുന്ന സമയത്ത്, ദൂതനടയിൽ കുളം കലക്കുന്ന സമയത്ത് അതിൽ ഇറങ്ങി രക്ഷപ്പെടാൻ തനിക്ക് പറ്റാത്തത് കൊണ്ട് I want to say ഓക്കെ he's interested in laying there 38 years. 38 വർഷത്തോളം അവിടെ കിടന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. When the waters like make jump and somebody is coming and getting healing. വെള്ളം കലങ്ങുമ്പോ തനിക്ക് മുന്നമേ വേറൊരാളെ ഇറങ്ങുന്നു എന്നാണ് നാം അവിടെ കാണുന്നത്. അതുകൊണ്ട് തനിക്ക് ഹീലിംഗ് ആയി. He want to go there, but before him somebody is വെള്ളത്തിൽ ഇറങ്ങാൻ തനിക്ക് താല്പര്യമുണ്ടെന്നാൽ തന്നെ സഹായിക്കാൻ ആരുമില്ലായി. not one day, 1 year, 38 years he was there. 1, 2, 3 വർഷങ്ങളല്ല, 38 വർഷങ്ങൾ രോഗിയായി താൻ അവിടെ കിടന്നു. But he has the faith. പക്ഷെ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായി. And Jesus
saw his faith. എന്നാൽ യേശു അവന്റെ ഹൃദയവേദന കണ്ടു. And Jesus went there. യേശു അവിടെ ചെന്നു. And Jesus asked him directly, യേശു അവനോട് നേരിട്ട് ചോദ്യങ്ങൾ do you want healing? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. Take your bed നിന്റെ ബെഡ് എടുക്കുക, and go. നിന്റെ കിടക്കയിൽ നടക്കുക എന്ന് പറഞ്ഞു. So he did not see for people, but he has the faith. One day I can heal by this water or someone. അദ്ദേഹം ചിന്തിച്ചിരുന്ന ഒന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം എനിക്ക് ഈ കുളത്തിൽ ഇറങ്ങി സൗഖ്യമാകുവാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. In these 5 days, we are going to teach you to take this material and to reach the remote village like for 38 years this man not get healing, but through your medical background, we want you to reach remote areas who never heard the Jesus Christ. എന്നാൽ ഈ വരുന്ന ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ പരിശീലിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. യേശുവിനെ കുറിച്ച് കേൾക്കാത്ത അറിയാത്ത ആളുകളുടെ അടുക്കലേക്ക് നിങ്ങൾ കടന്നുപോയി പഠിക്കുന്ന മെഡിക്കൽ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യും. അത് മുഖാന്തരം യേശുവിനെ കുറിച്ച് അറിയും. അനേകരെ രക്ഷയിലേക്ക് കടന്നു വരിക്കുന്നവരുടെ സഭ വളരുന്ന വിധത്തിലേക്കായി തീരേണ്ടതിനാണ് ഞങ്ങളുടെ ഈ കഠിന അധ്വാനം. And that 38 years old man don't know who healed him. He didn't recognize Jesus. After the second meeting, he realized, I healed by Jesus Christ. എന്നാൽ തന്നെ സൗഖ്യമാക്കിയത് ആരാണ് എന്നുള്ളതായി 38 വർഷം രോഗിയായി കിടന്ന ഈ മനുഷ്യൻ അറിഞ്ഞില്ല. എന്നാൽ അല്പസമയത്തിന് ശേഷം ചില മണിക്കൂറുകൾക്ക് ശേഷമാണ് തന്നെ സൗഖ്യമാക്കിയത് യേശുവാണ് എന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. When he met in the synagogue and Jesus saw him and he saw Jesus and then said, then he recognized he is the Jesus. അതിനുശേഷം ഉണ്ടായ ഒരു പ്രവൃത്തിയിലാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ എന്നെ സൗഖ്യമാക്കിയത് യേശുവാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. Why we are giving this training to you to bring this material, whatever we are giving to reach out people with their physical needs, then you go to the spiritual needs. എന്നാൽ ഞങ്ങൾ നിങ്ങളെ ഈ ഒരാഴ്ച കാലം പഠിപ്പിക്കുന്നതായ ടെക്നിക്കുകൾ, മെഡിക്കലായ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡുകളിൽ യേശുവിനെ കുറിച്ച് അറിയാത്ത ആളുകളുടെ ഇടയിൽ ഉപയോഗിക്കുമ്പോൾ അത് മുഖാന്തരം യേശുവിനെ കുറിച്ച് അറിയുകയും മാത്രമല്ല ആത്മികമായ ഒരു ഹീലിംഗ് അവർക്ക് നടക്കുവാനിടയാണ്. യേശുവിനെയാണ് ഞാൻ പറഞ്ഞത്. Nowadays people need that because every people they want to get something like someone and they are waiting for something to do them. So we are this was moved to in TTT program to reach unreached people through areas. എല്ലാ ആളുകളും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നവരാണ്. അങ്ങനെ യേശുവിനെ അറിയാത്ത ഇടങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പലതും പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്നാൽ നാം അവിടെ കടന്നു യേശുവിനെയാണ് നാം അവർക്ക് കൊടുക്കുന്നത്. I know last team did a good job and sending good report. I appreciate them and I thank them and I want to see more unreached areas and report from you in this 5 days training after training. We can see many things God will do through this training. ഈ ഒരാഴ്ച കാലം ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളുടെ മധ്യത്തിൽ വളരെ കാര്യങ്ങൾ ചെയ്യട്ടെ. നിങ്ങളെ സൂക്ഷിക്കും വളരെ വിശാലത ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ നാളുകളിൽ TTTയുടെ ബന്ധത്തിൽ കേരളത്തിന് വെളിയിൽ വന്ന് ചെന്നൈയിലും ആന്ധ്രയിലൊക്കെ അനേക സഹോദരിമാരെ ഇവിടെ വന്ന് പഠിച്ച് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നല്ല വർക്ക് വളരെ മനോഹരമായി ഇനിയും അതിലപ്പുറമായിട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. ഇത്രയും ആളുകളൊന്നും ഞാൻ ചെന്നൈ കൊണ്ടുപോയില്ല, അവരെ കൊണ്ടുപോയില്ല. അതുകൊണ്ട് ഇത്രയും ആളുകൾക്ക് വേണ്ടി അവരിവിടെ വന്നു. അടുത്ത പ്രാവശ്യം ഇതിന്റെ ഇരട്ടി ആളുകൾക്ക് വേണ്ടി വലിയൊരു ടീം വരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Thank you so much for team Grace Church. They dedicated and came to here with prayer, long time prayer and raising funds. And I want to say thanks to the church and leaders. ഗ്രേസ് ചർച്ചിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഗ്രേസ് ചർച്ചാണ്
ഇതിനു വേണ്ടിയുള്ള ഫണ്ട് കാര്യങ്ങൾ തന്നത്, ഈ പ്രോഗ്രാം നടത്തുന്ന ഫണ്ട്, ഫുഡിന്റെ കാര്യങ്ങൾ, സകല കാര്യങ്ങൾ, ഇവിടെ സ്റ്റേ, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവിടെ ചെയ്ത് പ്രത്യേകം സ്നേഹം അവരോട് അറിയും. And I want to say thanks, Brother Ray. He is mobilized to mobilize the teams and bring here, not only mobilize, but he came with them to see how the work is going here. അങ്ങനെ ഈ റേയോടുള്ള പ്രത്യേകം നന്ദി സ്നേഹവും അറിയിക്കാൻ അദ്ദേഹമാണ് ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നോക്കിയത്. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്ന സഭയോടൊക്കെ ഇടപെടുകയും കാര്യങ്ങൾ സ്പോൺസർ ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന അവരാണ് പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നത്. And especially I want to say thanks to our lovely sister Astrid, and she is the medical department director and leading this 5 days this trip. ആഷ്ടൻ കറി എന്ന് പറഞ്ഞ ഇദ്ദേഹമാണ് ഈ ടീമിനെ നയിക്കുന്ന, മെഡിക്കൽ പരമായിട്ടുള്ള ലീഡിംഗ് എല്ലാം ചെയ്യുന്ന അദ്ദേഹം. No time now, so I will pray and the Grace Church came here because of Krish. She did hard work, and she is not bringing here, but she is taking teams to many countries. ക്രിസ് ഒട്ടോ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ ടീമിന്റെ ലീഡറായിട്ട് പ്രവർത്തിക്കുന്നത്. ഗ്രേസ് ചർച്ചിന്, ആ ചർച്ചിന് അവിടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് ഫണ്ടും കാര്യങ്ങളെല്ലാം തന്ന് ഇതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്ത ഒരാളാണ് ക്രിസ് ഒട്ടോ. She is young lady. Not lady. She is my mother, young mother. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി, നിങ്ങൾ കൈയടിച്ചപ്പോൾ ഞാൻ പരിഭാഷപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന വളരെ പ്രായം കുറഞ്ഞ ആളാണ്. എന്റെ പ്രായം കുറഞ്ഞ അമ്മയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മകനേക്കാൾ പ്രായം കുറഞ്ഞ അമ്മ. She is old. Don't think she is young lady. 45 years. അധികം പ്രായമൊന്നുമില്ല, 45 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന് 50 വയസ്സ്. So thank you for coming here, and we have good teaching here in 5 days, enjoying, and in course we have devotion here every day, and thank you for especially I want to say thanks to Shinu and his team for arranging here. പ്രത്യേക 5 ദിവസത്തോളം നമുക്കിവിടെ ആഘോഷമാക്കാം എന്ന് പറഞ്ഞാൽ ആത്മീകമായിരിക്കണമേ. നമ്മളെല്ലാവരും ആത്മീയപ്പെട്ട് ഒന്നും ഉണ്ടായാൽ ആത്മീയമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ ഇടയാകണം, പഠിക്കണം, പരിശീലിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഫീൽഡിൽ പഠിപ്പിക്കാൻ ഇടയാകണം. എല്ലാവരും നന്ദി സ്നേഹം അറിയിക്കുന്നു. ഷിനിനോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. He is the state leader for Kerala, and under him most of leaders is there. ഞാൻ കേരളത്തിന്റെ ലീഡറായിട്ട് വർക്ക് ചെയ്യുന്നു. എന്റെ അന്നലെ കേരളത്തിലെ അനേക ദൈവദാസദാസന്മാര് ഈശ്വര ബന്ധത്തിൽ പ്രവർത്തിക്കുന്നു. If I tell one name, 1 hour you will take. ഞാൻ ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറോളം എടുക്കത്തില്ല. So just I will pray and dedicate this service and pray. Okay? And can you stand up, everyone? We will pray and dedicate this. നാട്ടുകാരെങ്കിലും എന്തെങ്കിലും ഒരു കോറസ്, ഇംഗ്ലീഷ് കോറസ് കൊണ്ടുവാണെങ്കിൽ അതിനോട് ചേർത്ത് ഡെഡിക്കേറ്റ് ചെയ്യാനൊരു താല്പര്യപ്പെടും. അതാണ് എല്ലാവർക്കും അറിയാം. Light of the world, you step down into darkness, open light, let me see. Truly nothing is Please close your eyes and ask God, Lord, to lead me in this 5 days. I want to learn something from here and take back to my village to reach
Praise Him. Altogether worthy, altogether wonderful to me. మహోన్నతుడా పరిశుద్ధ గల దేవా నీ యొక్క పరిశుద్ధ నామానికి స్తుతులు స్తోత్రాలు చెల్లిస్తున్నామయ్యా. ഞങ്ങളുടെ വലിയവനായിരിക്കുന്ന ദൈവമേ ഇന്ന് പകൽക്കാലം അങ്ങയുടെ തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. కృప కలిగిన దేవా నువ్వు తీసుకొచ్చిన ఈ యొక్క క్షణాల కొరకే నీకు వందనాలు. കർത്താവേ പരിശുദ്ധാത്മാവിനെ ഇവിടേക്ക് കൊണ്ടുവരുത്തിയതിന് ജനത്തിനായിട്ട് ഞങ്ങൾ ఈ 5 రోజులు వారికి మంచిగా మీరు నేర్పించండి. കർത്താവേ ഈ 5 ദിവസക്കാലം ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കണമേ. వాతావరణంలో మీరు ఉండండి. കാലാവസ്ഥകളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കണമേ. అయ్యా ప్రభువా వారు చిరు చిరు తిండిలో మీరు ఉండండి. കർത്താവേ ഞങ്ങളുടേതായിരിക്കുന്ന എല്ലാ അവസ്ഥകളും കർത്താവ് അറിയുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ఈ కరెంట్ లో మీరు ఉండండి. കർത്താവേ ഞങ്ങളുടെ ഇടയിൽ ദൈവ സാന്നിധ്യമുള്ളതോർന്ന് ദൈവത്തിന് സ്തോത്രം. కూడి వచ్చిన వారికి మంచి ఆరోగ్యం దయచేసి കർത്താവേ കടന്നുവന്ന എല്ലാവർക്കും നല്ല ആരോഗ്യവും മനോബലവും ദൈവം നൽകേണ്ടതിനായി మీరే విజయవంతంగా దయచేయండి. കർത്താവേ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ప్రార్థనతో ప్రారంభిస్తున్నాం తండ్రి. കർത്താവേ അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം. ఈ యొక్క ట్రైనింగ్ ని കർത്താവേ ഞങ്ങൾ നടത്തപ്പെടുന്ന ഈ ട്രെയിനിങ്ങിനെ తండ్రి కుమార పరిశుద్ధాత్మ నామములో దీన్ని డెడికేషన్ చేస్తున్నాను. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നടത്തപ്പെടുന്ന ഈ ട്രെയിനിങ്ങിനായിട്ട് സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. తండ్రి కుమార పరిశుద్ధాత్మ నామములో ఈ యొక్క తరబీదు ఈ రోజు మొదలుకొని 5 రోజులు జరుగును గాక. ഈ 5 ദിവസക്കാലം നടത്തപ്പെടുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇതിനെ പ്രാർത്ഥിച്ച് സമർപ്പിക്കപ്പെട്ടപ്പോൾ അങ്ങയുടെ ആത്മാവിന്റെ വലിയതായിരിക്കുന്ന വ്യാപാരം ഞങ്ങളുടെ മേലുണ്ടാകേണ്ടതായി പ്രാർത്ഥിക്കുന്നു. Okay, thank you. ദൈവം നമ്മളെ സഹായിക്കുകയാണ്. Please sit all up and I hand over to Masni and she will guide you.